ശബരിമല തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയാണ്. ഇന്നലെ ദർശനം നടത്തിയത് 75,959 തീർത്ഥാടകരാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവർ 5,710 പേർ. പുല്ലുമേട് വഴി 328 പേർ മലയിറങ്ങി വന്നു. ഇന്നലെ വരെ ദർശനം നടത്തിയത് 2,46,544 പേരാണ്. ഇന്ന് ശബരിമലയിൽ സുവർണ ജൂബിലിയുടെ നിറവിലാണ് ഒരു സ്ഥാപനം. അത് എന്താണെന്ന് സന്നിധാനത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ പറയും. അപ്പോൾ സനോജിലേക്ക് നമ്മൾ പോവുകയാണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ സ്ഥാപനത്തിന് മുന്നിലാണോ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ആ പറഞ്ഞ സ്ഥാപനത്തിന് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനു മുൻപ് നമുക്ക് ഈ ശബരിമലയിലെ കണക്കുകളിലേക്കൊന്ന് പോകാം. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ശനിയാഴ്ച 73,000-ൽ പരം തീർത്ഥാടകരാണ് വന്നത് എങ്കിൽ ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ എത്തിയത് ഇന്നലെയായിരുന്നു, തിങ്കളാഴ്ച. സാധാരണ അവധി ദിവസങ്ങളിലാണ് കൂടുതൽ തീർത്ഥാടകർ എത്തുക. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് വേണം പറയാൻ. കാരണം തിങ്കളാഴ്ച ദിവസമായ ഇന്നലെ 75,959 പേര് മല ചവിട്ടി സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങി എന്നുള്ളതാണ്. അതിൽ 5,710 പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ എത്തിയവരാണ്. ഒപ്പം തന്നെ 328 പേർ മലയിറങ്ങി, അതായത് വണ്ടിപ്പെരിയാറ്റിൽ വന്ന സത്രത്തിൽ വന്ന് അവിടെ പാസ് എടുത്ത് അവിടെ നിന്നും മലയിറങ്ങി സന്നിധാനത്തെത്തിയവരാണ് 328 തീർത്ഥാടകർ. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക്, ഈ ക്ഷേത്രം തുറന്നതിന് ശേഷമുള്ള ഓരോ ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 15-ാം തീയതി 30,987 പേർ ദർശനം നടത്തിയപ്പോൾ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച 72,656 പേർ ദർശനം നടത്തി. 17-ാം തീയതിയായ ഞായറാഴ്ച 67,272 പേർ ദർശനം നടത്തി. ഇന്നലെയാണെങ്കിൽ 75,959 പേർ. അങ്ങനെ ആകെ ദർശനം നടത്തിയത് ഇതുവരെ 2,46,544 പേരാണ് ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയത്. നമ്മൾക്കിനി ആ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് പോകാം. സന്നിധാനം PO അറ്റ് 50 വർഷം തികയാണ്. 6-8-9-7-1-3 ആ പോസ്റ്റ് ഓഫീസിന് ഇന്ന് 50 വർഷം തികയുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ആ പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടെ 4ഓളം ജീവനക്കാർ ഈ പോസ്റ്റ് ഓഫീസിലുണ്ട്. ഈ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. അതിനകത്ത് രാഷ്ട്രപതിയുടെ പേരിലും ഒരു പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഓഫീസ് ഉള്ളത് അയ്യപ്പൻ്റെ പേരിലാണ്. അയ്യപ്പൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിന് മറ്റ് പ്രത്യേകതകളുണ്ട്. കാരണം ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ഈ പോസ്റ്റൽ മുദ്ര എന്ന് പറയപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അയ്യപ്പൻ്റെ ചിത്രവും ഒപ്പം തന്നെ 18-ാം പടിയുടെ ചിത്രവും ആലേഖനം ചെയ്ത പോസ്റ്റൽ മുദ്രയാണ്. അങ്ങനെ പ്രത്യേക പോസ്റ്റൽ മുദ്രയുള്ള ഒരു പോസ്റ്റ് ഓഫീസ് എന്ന ചരിത്രം കൂടി ഇതിനുണ്ട്. 50 വർഷം മുന്നേ രൂപം കൊണ്ട ഈ പോസ്റ്റ് ഓഫീസിൽ മണി ഓർഡറുകൾ, അയ്യപ്പൻ്റെ പേരിലുള്ള മണി ഓർഡറുകൾ എത്താറുണ്ട്. അയ്യപ്പൻ്റെ അനുഗ്രഹം തേടിയുള്ള ആശംസാ കാർഡുകൾ എത്താറുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ നമുക്കിപ്പോൾ ചേരുകയാണ്. സാറേ, ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പോസ്റ്റ് ഓഫീസ്. ഇന്ത്യൻ രാഷ്ട്രപതി കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ പേരിലുള്ളത് അയ്യപ്പൻ്റെ പേരിലുള്ള പോസ്റ്റ് ഓഫീസാണ്. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതകളുള്ള പോസ്റ്റ് ഓഫീസാണ്. 50 വർഷം പിന്നിടുകയാണ്. ഇതിലൊരു ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ്? അതെ, 1974 നവംബർ 19-നാണ് സന്നിധാനത്ത് ഈ പോസ്റ്റൽ സംവിധാനം ആദ്യമായിട്ട് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംവിധാനം ഇവിടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇന്നും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും, അതായത് തപാൽ സംബന്ധമായിട്ടുള്ള പിന്നെ മണി റെമിറ്റൻസ് ആയാലും വിഡ്രോവലായാലും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ ഇടപാടുകളൊക്കെ നടക്കുന്നത് ഈ പോസ്റ്റ് ഓഫീസ് വഴിയാണോ? അതെ. ഇവിടെ നമ്മുടെ ഈ പ്രമിസസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വഴിയാണ് നടന്നു പോകുന്നത്. ബാങ്ക് ഒഴിച്ചിട്ട്, ബാങ്കിൻ്റെ സെറ്റപ്പ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ തപാൽ സംവിധാനങ്ങളും പിന്നെ IPP ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സംവിധാനങ്ങളും എല്ലാം ഇതുവഴിയാണ് നടക്കുന്നത്. ഈ മണി ഓർഡറുകൾ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഈ അയ്യപ്പൻ്റെ അനുഗ്രഹം തേടിയുള്ള കത്തുകൾ വരാറുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ കത്തുകളൊക്കെ ആരുടെ പേരിലാണ് വരിക? ഇത് വരുന്നത് സ്വാമി അയ്യപ്പൻ്റെ പേരിൽ തന്നെയാണ് വരുന്നത്. സ്വാമിൻ്റെ പേരിലാണ് ഈ ഇവിടെ വരുന്ന കത്തുകൾ. നമ്മൾ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറിനാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതുപോലെ മണി ഓർഡറുകൾ സ്വാമിക്ക് വരുന്നത് അത് നമ്മൾ ദേവസ്വം ഓഫീസിലാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്.
തീർത്ഥാടകരുടെയും അയ്യപ്പൻ്റെയും ഇടയിലുള്ള ഒരു പാലമാണ് ഈ പോസ്റ്റ് ഓഫീസ് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. അയ്യപ്പനും തീർത്ഥാടകരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഈ സന്നിധാനം പോസ്റ്റ് ഓഫീസ്. ഇതിൻ്റെ മുദ്ര ഒന്ന് കാണിക്കാൻ പറ്റുമോ നമുക്ക്? ആ മുദ്ര ഒന്ന് കാണിക്കുകയാണെങ്കിൽ. ഇതാണ് നമ്മുടെ മുദ്ര, പോസ്റ്റൽ മുദ്ര. ഈ മുദ്രയിൽ 18-ാം പടിയും ഒപ്പം തന്നെ അയ്യപ്പൻ്റെയും മുദ്ര ആലേഖനം ചെയ്തിരിക്കുകയാണ് ഇതിന്. അതാണ് കാവ്യ, 50 വർഷം മുന്നേ രൂപം കൊണ്ട ഈ പോസ്റ്റ് ഓഫീസ് സുവർണ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുന്നു. പ്രത്യേകതകൾ ഏറെയുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസുള്ള അയ്യപ്പൻ്റെ പേരിലാണ്, മറ്റൊരു പോസ്റ്റ് ഓഫീസ് സ്വന്തമായുള്ളത് അയ്യപ്പൻ്റെ പേരിലാണ്. അങ്ങനെ ഈ പോസ്റ്റ് ഓഫീസിലേക്ക് അയ്യപ്പൻ്റെ പേരിലുള്ള മണി ഓർഡറുകൾ എത്താറുണ്ട്. അയ്യപ്പൻ്റെ അനുഗ്രഹം തേടിയുള്ള തീർത്ഥാടകരുടെയും വിശ്വാസികളുടെയും ലെറ്ററുകൾ എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന ലെറ്ററുകളൊക്കെ തന്നെ ബന്ധപ്പെട്ട ആളുകളെ പോസ്റ്റ് മാസ്റ്റർ ഏൽപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു 50 വർഷം പിന്നിടുകയാണ് ഈ പോസ്റ്റ് ഓഫീസ് രൂപപ്പെട്ട കാവ്യ. ഓക്കെ സനോജ്, എന്തായാലും അതൊരു വല്ലാത്ത മുഹൂർത്തമാണ് അല്ലേ? 50 വർഷം പിന്നിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമായ അഭിമാനാർഹമായ ഒരു കാര്യമാണ് എന്നുള്ളത് സനോജിനോട് പ്രേക്ഷകർ പറയുന്നുണ്ട്. നേരിട്ടെത്താൻ കഴിയില്ല, അവർക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഈ ചുമതലകൾക്കിടയിൽ, ഈ റിപ്പോർട്ടിങ്ങിൻ്റെ തിരക്കിനിടയിൽ എന്നൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി ലോക സമസ്ത സുഖിനോ ഭവന്തു, നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ സനോജ്, താങ്ക് യു. അപ്പോൾ സനോജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും വിശേഷവും ഒക്കെയാണ് സന്നിധാനത്ത് നിന്ന് പങ്കുവച്ചത്.